ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 3 ഇഫ്താർ സ്നാക്ക് പരിചയപ്പെടാം. ഇതിനായിട്ട് മാവ് കുഴച്ചും പരത്തിയും ഒന്നും കഷ്ടപ്പെടേണ്ട, സമൂസ ഷീറ്റും വേണ്ട. കുറച്ച് ചപ്പാത്തിയും പൂരിയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് പെട്ടെന്ന് സവാള വരണ്ട് കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ കാശ്മീരി ചില്ലി അല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ട് 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിത് തയ്യാറാക്കാനായിട്ട് ചപ്പാത്തിയുടെ റെഡി ടു കുക്കിൻ്റെ ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളിത് ചുട്ടൊന്നും എടുക്കണ്ട, ഇതേപോലെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് വെച്ചതിന് ശേഷം നമുക്കിത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്റർ കൊണ്ട് ഇത് കട്ട് ചെയ്യണേ. ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയുണ്ടല്ലോ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിംഗ് ഇതിലേക്ക് 4 പീസിലേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുണ്ടല്ലോ ആദ്യം തന്നെ എഗ് സമൂസ ആണ് തയ്യാറാക്കുന്നത്. അപ്പം മുട്ട പുഴുങ്ങിയ ശേഷം 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ പീസസും ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഇതേപോലെ ഫില്ലിങ്ങും അതിൻ്റെ മുകളിലായിട്ട് മുട്ടയും വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് മൈദാ മാവിൽ കുറച്ച് വെള്ളം ഒന്ന് കലക്കി ഇതേപോലെ ഒരു പേസ്റ്റ് തയ്യാറാക്കി മാറ്റി വെക്കണേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മൈദാമാവിൻ്റെ ആ പേസ്റ്റ് ഒന്ന് ആ ഒരു സൈഡിലായിട്ട് തേച്ച് കൊടുക്കണേ. ഇനിയുണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതവിടെ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് ഫില്ലിംഗ് എല്ലാം ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുത്ത ശേഷം ഈ ഒരു സൈഡിലെല്ലാം തന്നെ നമുക്ക് മൈദാമാവിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇനി ഈ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ മുകൾ വശം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, കറക്റ്റ് സമൂസയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരെണ്ണം കൂടെ കണ്ടു നോക്കാം. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡുകൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാവേ. 1-2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകൾ വശത്തും കൂടെ ഇതേപോലെ മൈദാമാവിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ആ മുകൾ വശം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എഗ് സമൂസ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സമൂസ ഷീറ്റ് ഇല്ലാതെയൊക്കെ തന്നെ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മളെങ്ങനെയാണ് സമൂസ ഷീറ്റൊക്കെ വെച്ച് തയ്യാറാക്കുന്നത് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് സമൂസ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചീസും ചിക്കനും ഒക്കെ വെച്ച് തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുരുമുളക്, ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ബോൺലെസ് ചിക്കനാണ്. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ക്യാബേജ് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ.
അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഇതേപോലെ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മയോണൈസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതേപോലെ മയോണൈസ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇപ്പോൾ റെഡി ടു കുക്കിൻ്റെ പൂരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൂരിയുടെ ഇതേപോലുള്ള പാക്കറ്റുകൾ നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു 3-4 പൂരി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നടുവേ കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ ചിക്കൻ ചീസ് കോണാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ വെള്ളമാണ് ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. ഇനി 2 സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. വെള്ളം മതി, നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശത്തും ഇതേപോലെ വെള്ളം കൊണ്ട് ഒന്ന് തേച്ചിട്ട് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നിടം ആദ്യം ഉള്ളിലേക്ക് മടക്കിയ ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് കോൺ ഷേപ്പിലാക്കി മടക്കി കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് കോണായിട്ട് നമുക്ക് കിട്ടുവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് കോണ് വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് 2 സൈഡും കൊടുത്ത ശേഷം ഫില്ലിങ് നിറച്ച് കൊടുക്കാം. വെള്ളം കൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചോളും. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ അതാദ്യം മടക്കാൻ ശ്രദ്ധിക്കണേ. ഇതിൻ്റെ മുകൾ വശത്തും വെള്ളം തേച്ചിട്ട് ആദ്യം നമ്മൾ ഒട്ടിച്ച ഭാഗം മടക്കി ബാക്കി ഭാഗങ്ങളും ഇതേപോലെ മടക്കിയെടുത്താൽ മതി. നമ്മുടെ കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനായിട്ടുണ്ടല്ലോ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദാമാവും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാവേ. അടുത്തായിട്ട് വേണ്ട ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കോണുണ്ടല്ലോ, ചീസ് കോണ്, ഇതേപോലെ മൈദാമാവിലേക്ക് മുക്കിയിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റുമാണ്. നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കുന്ന പോലല്ല, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണേ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉൾവശത്തൊക്കെ ചീസൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചീസ് കോൺ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി കൂടെ നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത ഫില്ലിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂരിയുടെ പാക്കറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1-2 പൂരിയും കൂടെ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതെങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് കണ്ടു നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മൈദാമാവിൻ്റെ പേസ്റ്റില്ലേ അതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം, ഒന്ന് ചുറ്റി ഫോൾഡ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മോൾ ഭാഗത്തും ഇതേപോലെ തന്നെ മൈദാമാവിൻ്റെ ആ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് സമൂസയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരേ ഫില്ലിങ് കൊണ്ട് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫില്ലിങ് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാവ് കൊണ്ടോ ഒന്നും പരത്തിയും കുഴച്ചും കഷ്ടപ്പെടാതെ, അതേപോലെ തന്നെ സമൂസ ഷീറ്റും ഒന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുത്ത ചിക്കൻ ചീസ് സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പം നിങ്ങൾക്കും ഈ 3 സ്നാക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇഫ്താറിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ 3 സ്നാക്സും തയ്യാറാക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.
ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല ചീസി ആയിട്ട് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. വെറൈറ്റി സമൂസ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വെറൈറ്റികളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.